ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. 2024 ഡിസംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ PSC ചോദിക്കാൻ സാധ്യതയേറിയ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, നിരവധി ചോദ്യങ്ങൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കാം. ആദ്യത്തെ ചോദ്യം, 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ്? 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, ഗുകേഷ് ദൊമ്മരാജു. 2024 ചെസ് ചാമ്പ്യൻഷിപ്പ് നേടിയത് ഗുകേഷ് ദൊമ്മരാജു. വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 ഹെൽഡ് അറ്റ് സിംഗപ്പൂരിൽ വെച്ചാണ് നടന്നത്. ഗുകേഷ് ഡി തമിഴ്നാട്ടുകാരനാണ്. 18-ാം വയസ്സിലെ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനാണ് ഗുകേഷ്. ഡിഫീറ്റഡ് ഡിങ് ലിറൻ, ചൈനയിലെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ഗുകേഷ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായി ആരാണ് നിയമിതനായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ, വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സണായി നിയമിതനായത് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നിലവിൽ വന്നത് 12 ഒക്ടോബർ 1993, 1993 ഒക്ടോബർ 12-നാണ് നിലവിൽ വന്നത്. അണ്ടർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഡിനൻസ് ഓഫ് 1993, മനുഷ്യാവകാശ നിയമം 1993 കീഴിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർമാനും 5 മെമ്പർമാരുമാണ് നിലവിലെ കോമ്പോസിഷൻ. അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. കുറച്ച് റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ വി രാമസുബ്രഹ്മണ്യൻ, കേരളത്തിലെ മനുഷ്യാവകാശ കമ്മീഷണർ അലക്സാണ്ടർ തോമസ്. വി രാമസുബ്രഹ്മണ്യൻ ആൻഡ് അലക്സാണ്ടർ തോമസ്. ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമാരിയ. കേരളത്തിലേത് വി ഹരിനായർ. ഹീരാലാൽ സമാരിയ ആൻഡ് വി ഹരിനായർ. SRO ചെയർമാൻ ആരാ? വി നാരായണൻ. 11ാമത്തെ SRO ചെയർമാനാണ് വി നാരായണൻ. SBI ചെയർമാനാണ് ചെല്ല ശ്രീനിവാസലു ഷെട്ടി. SBI ചെയർമാൻ ചെല്ല ശ്രീനിവാസലു ഷെട്ടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജീവ് കുമാർ. അടുത്ത ചോദ്യം, 73-ാം വയസ്സിൽ അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 73-ാം വയസ്സിൽ അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏത് സംഗീത ഉപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, തബല. ഇന്ത്യൻ തബല പ്ലെയർ ആണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. പാസ്ഡ് എവേ ഡ്യൂ ടു ഇഡിയോപാത്തിക് പൾമണറി ഫൈബ്രോസിസ്, ക്രോണിക് ലങ് ഡിസീസ്. ഉസ്താദ് സക്കീർ ഹുസൈൻ ഫോം ചെയ്ത ബ്രാൻഡാണ് ശക്തി ബ്രാൻഡ്. അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗ്രാമി അവാർഡ്സ് 2024, ആൽബം ഫോർ ദിസ് മൊമെന്റ്, പത്മശ്രീ 1988, പത്മഭൂഷൺ 2002, പത്മവിഭൂഷൺ 2023, സംഗീത് നാടക് അക്കാദമി അവാർഡ് 1990. അടുത്ത ചോദ്യം, 34-ാമത്തെ വ്യാസ് സമ്മാൻ അവാർഡിന് അർഹനായത് ആരാണ്? 34-ാമത്തെ വ്യാസ് സമ്മാൻ അവാർഡിന് അർഹനായത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, സൂര്യബാല. 34-ാമത്തെ വ്യാസ് സമ്മാൻ അവാർഡിന് അർഹനായത് സൂര്യബാല. വ്യാസ് സമ്മാൻ അവാർഡ് 2024 ഗിവൺ ടു സൂര്യബാല. നോവൽ ഏതാണ്? കോൺ ദേശ് കോ വാസി വേണു കി ഡയറി. ഇതാണ് നോവൽ. സൂര്യബാലയുടെ നോവലാണ് കോൺ ദേശോ കി വാസി വേണു കി ഡയറി. വ്യാസ് സമ്മാൻ അവാർഡ് ഒരു സാഹിത്യ അവാർഡാണ്, ഗിവൺ ബൈ KK ബിർള ഫൗണ്ടേഷൻ. 34-ാമത്തെ വ്യാസ് സമ്മാൻ അവാർഡ് സൂര്യബാല. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോർഡർ വില്ലേജായി മാറിയ ഗ്രാമം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോർഡർ വില്ലേജായി മാറിയ ഗ്രാമം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, മസാലി. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോർഡർ വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാണ് മസാലി. മസാലി ഗ്രാമമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോർഡർ വില്ലേജ്. മസാലി, ഇന്ത്യസ് ഫസ്റ്റ് സോളാർ ബോർഡർ വില്ലേജ്, ലൊക്കേറ്റഡ് അറ്റ് ഗുജറാത്ത് അണ്ടർ PM സൂര്യഘർ യോജന. PM സൂര്യഘർ യോജന എന്ന പ്രോജക്റ്റിന്റെ കീഴിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ ബോർഡർ വില്ലേജായി മസാലി മാറിയത്. PM സൂര്യഘർ യോജന, സോളാർ റൂഫ് ടോപ്സ് ഇൻസ്റ്റാൾഡ് ഓൺ 119 ഹൗസസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമെൻ ദേശീയപാത ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമെൻ ദേശീയപാത ഏത് സംസ്ഥാനത്താണ് ഉദ്ഘാടനം ചെയ്തത്? ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ആദ്യത്തെ ബയോ ബിറ്റുമെൻ ദേശീയപാത ഉദ്ഘാടനം ചെയ്തത് മഹാരാഷ്ട്ര. ഇനോഗ്രേറ്റഡ് ബൈ നിതിൻ ഗഡ്കരി. കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. ലൊക്കേഷൻ NH44, നാഗ്പൂർ, മഹാരാഷ്ട്ര. ബയോ ബിറ്റുമെൻ എന്തുകൊണ്ടാണ് നിർമ്മിക്കുന്നത്? മെയ്ഡ് യൂസിംഗ് ആസ്ഫാൾട്ട് മിക്സർ വിത്ത് 50% ബയോ ബിറ്റുമെൻ. ബയോ ബിറ്റുമെൻ ഒബ്റ്റൈൻഡ് ഫ്രം ലിഗ്നിൻ. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ ആഭ്യന്തര നീതി കൗൺസിൽ ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ആഭ്യന്തര നീതി കൗൺസിൽ ചെയർപേഴ്സണായി നിയമിതനായ ഇന്ത്യക്കാരൻ ആരാണെന്നാണ് ചോദ്യം.
ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. ജസ്റ്റിസ് മദൻ ലോക്കൂർ. ഐക്യരാഷ്ട്രസഭയുടെ ആഭ്യന്തര നീതി കൗൺസിൽ ചെയർപേഴ്സണായി നിയമിതനായത് ജസ്റ്റിസ് മദൻ ലോക്കൂർ. UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ കംപ്രൈസസ് ഓഫ് 5 members. ആകെ 5 members ആണുള്ളത്. അപ്പോയിന്റഡ് ബൈ സെക്രട്ടറി ജനറൽ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. PSC സ്ഥിരമായി ചോദിക്കുന്നതാണ്. UN കറന്റ് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസിഡർ ആൻഡ് സ്ഥിരം പ്രതിനിധി പർവതനനി ഹരീഷ്. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ അംബാസിഡറും സ്ഥിരം പ്രതിനിധിയുമാണ് പർവതനനി ഹരീഷ്. ഐക്യരാഷ്ട്ര സംഘടന ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? ഐക്യരാഷ്ട്ര സംഘടനയുടെ ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയും അംബാസിഡറുമാണ് അരിന്ദം ബാഗ്ചി. ഐക്യരാഷ്ട്ര സംഘടന ജനീവ ഘടകം ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി. ഇന്ത്യയുടെ അംബാസിഡർ ആൻഡ് സ്ഥിരം പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ പർവതനനി ഹരീഷ്. അടുത്ത ചോദ്യം, 2025 ഇന്ത്യൻ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത്? 2025 ഇന്ത്യൻ ദേശീയ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഈസ് റൈറ്റ് ആൻസർ. 2025 ഇന്ത്യൻ ദേശീയ ഗെയിംസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. 38ാമത്തെ നാഷണൽ ഗെയിംസ് ഭാഗ്യചിഹ്നം മൗലി ഇൻസ്പയർഡ് ബൈ ദ മൊണാൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലെ സംസ്ഥാന പക്ഷിയായ മൊണാൽ നിന്നാണ് മൗലി എന്ന ഭാഗ്യചിഹ്നം ഉണ്ടായത്. 38ാമത്തെ ദേശീയ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം മൗലി. ടാഗ് ലൈൻ എന്താണ്? സങ്കൽപ് സെ ശിഖാർ തക്, ഫ്രം റിസോൾവ് ടു ജനിത്. ഇതാണ് ടാഗ് ലൈൻ. 38ാമത്തെ ദേശീയ ഗെയിംസ് നടക്കുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ചാണ്. ഭാഗ്യചിഹ്നം മൗലി. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പക്ഷിയാണ് മോനാൽ. ടാഗ് ലൈൻ സങ്കൽപ് സെ ശിഖാർ തക്, ഫ്രം റിസോൾവ് ടു ജനിത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത്? ഇന്ത്യയിൽ എത്ര സ്ഥലങ്ങളിൽ വെച്ചാണ് കുംഭമേള നടക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. 4. 4 സ്ഥലങ്ങളിൽ വെച്ചാണ് ഇന്ത്യയിൽ കുംഭമേള നടക്കുന്നത്. കുംഭമേള എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹിന്ദു ഫെസ്റ്റിവൽ ആണ്. ഹെൽഡ് എവറി 12 years. എല്ലാ 12 വർഷത്തിൽ ഒരിക്കലും വെച്ച് നടക്കുന്ന മഹാസമ്മേളനമാണ് കുംഭമേള. അറ്റ് 4 ഹോളി റിവർ ബാങ്ക് സൈറ്റ്സ്. 4 നദീതീരങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. ഒന്ന് പ്രയാഗ്രാജ് UP ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ച് 2025 ഗംഗ യമുന സരസ്വതി റിവർ കോൺഫ്ലുവൻസ്. 2 ഹരിദ്വാറിൽ വെച്ച് ഉത്തരാഖണ്ഡ് ഗംഗാ നദീതീരത്ത്. 3 നാസിക് മഹാരാഷ്ട്ര ഗോദാവരി നദീതീരത്ത്. 4 ഉജ്ജയിൻ മധ്യപ്രദേശ് ക്ഷിപ്ര നദീതീരത്ത്. അടുത്ത ചോദ്യം, 2024 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? 2024 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി മാധവ് ഗാഡ്ഗിൽ ഈസ് റൈറ്റ് ആൻസർ. 2024 UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് നേടിയ ഇന്ത്യക്കാരൻ മാധവ് ഗാഡ്ഗിൽ. UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് 2024 6 വിന്നേഴ്സ് ആണ്. മാധവ് ഗാഡ്ഗിൽ ഇന്ത്യ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ്. ബാക്കിയൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇന്ത്യയുടെ മാത്രം പഠിച്ചാൽ മതി. മാധവ് ഗാഡ്ഗിൽ UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് മാധവ് ഗാഡ്ഗിൽ. ആകെ 6 വിന്നേഴ്സ് ആണ്. അടുത്ത ചോദ്യം, ഏത് തീയതിയാണ് UNGA ലോക മെഡിറ്റേഷൻ ദിനമായി പ്രഖ്യാപിച്ചത്? UNGA ലോക മെഡിറ്റേഷൻ ദിനമായി പ്രഖ്യാപിച്ചത് ഏത് തീയതിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. December 21. UNGA ലോക മെഡിറ്റേഷൻ ദിനമായി പ്രഖ്യാപിച്ചത് December 21. സ്പോൺസർഡ് ബൈ ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. 2024 തീം മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി. ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന June 21. ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ June 21. ഇന്റർനാഷണൽ ഡേ ഓഫ് വേൾഡ് മെഡിറ്റേഷൻ ഡേ December 21. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ എവിടെയാണ് സ്ഥാപിച്ചത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇസ് റൈറ്റ് ആൻസർ. ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഇന്ധന സ്റ്റേഷൻ സ്ഥാപിതമായത് ലേയിൽ വെച്ചാണ്. ലഡാക്കിലെ ലേയിൽ വെച്ചാണ് സ്ഥാപിതമായത്. ഇന്ത്യസ് ഫസ്റ്റ് ഗ്രീൻ ഹൈഡ്രജൻ ഫുവലിംഗ് സ്റ്റേഷൻ ഫോർ NTPC സെറ്റപ്പ് ബൈ അമര രാജ ഇൻഫ്രാ കമ്പനി. കമ്പനി ഏതാണ്? അമര രാജ ഇൻഫ്രാ കമ്പനി. ലൊക്കേഷൻ ലേ, ലഡാക്ക്. അടുത്ത ചോദ്യം, 2004 ഇന്ത്യയുടെ 13ാമത് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2004 ഇന്ത്യയുടെ 13ാമത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഡോക്ടർ മൻമോഹൻ സിംഗ്. 2004 13ാമത്തെ പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. ഡോക്ടർ മൻമോഹൻ സിംഗ് ഫസ്റ്റ് സിഖ് PM ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സിഖ് പ്രധാനമന്ത്രിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. പാസ്ഡ് അവേ ഓൺ 26 December 2024 അറ്റ് ദ ഏജ് ഓഫ് 92. 1932 പാകിസ്ഥാനിൽ വെച്ചാണ് ജനനം. അവാർഡ്സ് പത്മവിഭൂഷൺ 1987, വേൾഡ് സ്റ്റേറ്റ്സ്മാൻ അവാർഡ് 2010. പത്മവിഭൂഷണും വേൾഡ് സ്റ്റേറ്റ്സ്മാൻ അവാർഡും. ഇമ്പോർട്ടൻ്റ് ആയ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1972 ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇൻ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്. 1982 ഗവർണർ ഓഫ് ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആയത് 1982 1991 became ഫിനാൻസ് മിനിസ്റ്റർ അണ്ടർ PV നരസിംഹ റാവു. 2004 13th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. സെസ് ആക്ട്
മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്, RTI ആക്ട്, US ഇന്ത്യ ന്യൂക്ലിയർ ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ഇതൊക്കെ പാസ്സാകുമ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ മൻമോഹൻ സിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ അതിർത്തിക്കടുത്ത് ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഏത് രാജ്യമാണ്? ഇന്ത്യൻ അതിർത്തിക്കടുത്തായി ബ്രഹ്മപുത്ര നദിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഏത് രാജ്യമാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ചൈന. ബ്രഹ്മപുത്ര നദിയിലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് നിർമ്മിക്കുന്ന രാജ്യമാണ് ചൈന. വേൾഡ്സ് ലാർജസ്റ്റ് ഡാം ബീങ് കൺസ്ട്രക്റ്റഡ് ബൈ ചൈന ഓൺ യാർലുങ് സാങ്ബോ റിവർ. റിവറിന്റെ പേരാണ് യാർലുങ് സാങ്ബോ. ഇന്ത്യയിലെ ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്ന നദിയാണ്. കോസ്റ്റ് $137 billion. ഇറ്റ് വിൽ ഇമ്പാക്ട് ഓൺ വാട്ടർ ഫ്ലോ ഇൻ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടായി മാറാൻ പോകുന്ന വിമാനത്താവളം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടായി മാറാൻ പോകുന്ന വിമാനത്താവളം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ഇൻഡോർ വിമാനത്താവളം. ഇന്ത്യയിലെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടായി മാറാൻ പോകുന്ന വിമാനത്താവളമാണ് ഇൻഡോർ വിമാനത്താവളം. ദേവി അഹില്യാബായ് ഹോൾക്കർ എയർപോർട്ട് ഇൻഡോർ ബിക്കെയിം ഇന്ത്യസ് ഫസ്റ്റ് സീറോ വേസ്റ്റ് എയർപോർട്ട്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷിൽ സാഹിത്യ അക്കാദമി അവാർഡ് 2024 നേടിയത് ആരാണ്? സാഹിത്യ അക്കാദമി അവാർഡ് 2024 ഇംഗ്ലീഷിൽ നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ, ഈസ്റ്ററിൻ കിരെ. ഇംഗ്ലീഷിൽ സാഹിത്യ അക്കാദമി അവാർഡ് 2024 നേടുന്നത് ഈസ്റ്ററിൻ കിരെ. നോവൽ ഏതാണ്? സ്പിരിറ്റ് നൈറ്റ്. സാഹിത്യ അക്കാദമി അവാർഡ് സെക്കൻഡ് ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ്. ഏറ്റവും വലിയ സാഹിത്യ അക്കാദമി അവാർഡ് ജ്ഞാനപീഠ അവാർഡാണ്. സെക്കൻഡ് സാഹിത്യ അക്കാദമി അവാർഡ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1954. ക്യാഷ് പ്രൈസ് 1,00,000 രൂപ. ഗിവൺ ഇൻ 24 ലാംഗ്വേജസ്. 24 ഭാഷകളിലായിട്ടാണ് നൽകുന്നത്. 22 ഫ്രം 8th ഷെഡ്യൂൾ ആൻഡ് ഇംഗ്ലീഷ് ആൻഡ് രാജസ്ഥാനി. പട്ടിക 8ലെ 22 ഭാഷകൾക്കും പിന്നെ എക്സ്ട്രാ 2 ലാംഗ്വേജ് ഇംഗ്ലീഷും രാജസ്ഥാനിയും. ഇംഗ്ലീഷിലെ വിന്നർ ഈസ്റ്ററിൻ കിറെ ഫോർ ഹെർ നോവൽ സ്പിരിറ്റ് നൈറ്റ്. മലയാളത്തിലെ വിന്നർ കെ ജയകുമാർ, കൃതി പിംഗലാക്ഷിണി. 2024 സാഹിത്യ അക്കാദമി നേടിയത് ഇംഗ്ലീഷിൽ ഈസ്റ്ററിൻ കിറെ, മലയാളത്തിൽ കെ ജയകുമാർ. അടുത്ത ചോദ്യം, 2024 മികച്ച ഫിഫ പുരുഷ കളിക്കാരനുള്ള അവാർഡ് നേടിയത് ആരാണ്? 2024 മികച്ച ഫിഫ പുരുഷ കളിക്കാരനുള്ള അവാർഡ് നേടിയത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, വിനീഷ്യസ് ജൂനിയർ. 2024 മികച്ച ഫിഫ പുരുഷ കളിക്കാരനുള്ള അവാർഡ് നേടിയത് വിനീഷ്യസ് ജൂനിയർ. ബെസ്റ്റ് ഫിഫ ഫുട്ബോൾ അവാർഡ് 2024. ബെസ്റ്റ് ഫിഫ പ്ലെയർ പുരുഷ വിഭാഗം വിനീഷ്യസ് ജൂനിയർ ഫ്രം ബ്രസീൽ. വനിതാ വിഭാഗം ഐത്താന ബോർമാട്ടി ഫ്രം സ്പെയിൻ. ബെസ്റ്റ് ഫിഫ ഗോൾ കീപ്പർ പുരുഷ വിഭാഗം എമീലിയാനോ മാർട്ടിനസ്, അർജന്റീന. വനിതാ വിഭാഗം അലീസ നെഹർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അടുത്ത ചോദ്യം, ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, ദീപ മാലിക്. ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ദീപ മാലിക്. ഹരിയാന സംസ്ഥാനത്തിൽ നിന്നുള്ള ഇന്ത്യൻ പാരാ അത്ലറ്റ് ആണ് ദീപ മാലിക്. ദീപ മാലിക്കിന്റെ വിഭാഗം ഷോട്ട് പുട്ടാണ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ മെഡൽ ഇൻ പാരാലിമ്പിക് ഗെയിംസ്. സിൽവർ മെഡൽ അറ്റ് 2016 സമ്മർ പാരാലിമ്പിക്സ്. 2016 സമ്മർ പാരാലിമ്പിക്സിൽ സിൽവർ മെഡൽ നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ദീപ മാലിക്. ദീപ മാലിക്കിന്റെ പുസ്തകമാണ് ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. അടുത്ത ചോദ്യം, 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ, ഡൊണാൾഡ് ട്രംപ്. 2024 ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ്. അടുത്ത ചോദ്യം, 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2034 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ, സൗദി അറേബ്യ. 2034 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. UN കമ്മീഷന്റെ നർക്കോട്ടിക് ഡ്രഗ്സ് 68th സെഷനിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏത്? UN കമ്മീഷന്റെ നാർക്കോട്ടിക് ഡ്രഗ്സ് 68th സെഷനിൽ അധ്യക്ഷത വഹിക്കുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ, ഇന്ത്യ. UN കമ്മീഷന്റെ നാർക്കോട്ടിക് ഡ്രഗ്സ് 68th സെഷനിൽ അധ്യക്ഷത വഹിക്കുന്നത് ഇന്ത്യയാണ്. ചെയർമാൻ ശംഭു എസ് കുമാരൻ. ഇന്ത്യസ് പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ വിയന്ന. വിയന്ന ഘടകത്തിലെ ഇന്ത്യയിലെ പെർമനന്റ് റെപ്രസെന്റേറ്റീവ് സ്ഥിരം പ്രതിനിധിയാണ് ശംഭു എസ് കുമാരൻ. പെർമനന്റ് റെപ്രസെന്റേറ്റീവ് ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻ ജനീവ ആരാണ്? നേരത്തെ പറഞ്ഞായിരുന്നു, പർവ്വതനനി ഹരീഷ്. ജനീവ ഘടകത്തിലെ ഇന്ത്യയിലെ സ്ഥിരം പ്രതിനിധിയാണ് പർവ്വതനനി ഹരീഷ്. അടുത്ത ചോദ്യം, എല്ലാ വർഷവും എപ്പോഴാണ് ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത്? ലോക എയ്ഡ്സ് ദിനം ആചരിക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. 1 ഡിസംബർ. ഡിസംബർ 1 തീയതിയാണ് എല്ലാ വർഷവും എയ്ഡ്സ് ഡേ ആയി ആചരിക്കുന്നത്. വേൾഡ് എയ്ഡ്സ് ഡേ 1 ഡിസംബർ. 2024 തീമാണ് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. എയ്ഡ്സിന്റെ ഫുൾ ഫോം ആണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രം. കാരണമായ വൈറസ് HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇപ്പോൾ 2024 തീം എന്താണ്? ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അടുത്ത ചോദ്യം, അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ച പക്ഷി ഏത്? അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ച പക്ഷി ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ബാൽഡ് ഈഗിൾ. അമേരിക്കയുടെ ദേശീയ പക്ഷിയായി അടുത്തിടെ പ്രഖ്യാപിച്ചത് ബാൽഡ് ഈഗിൾ. അടുത്ത ചോദ്യം, പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയ 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്താണ്? പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയ 2025 റിപ്പബ്ലിക് ദിനത്തിന്റെ തീം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ്. സ്വർണിം ഭാരത് വിരാസത് ഓർ വികാസ് ആണ് 2025 റിപ്പബ്ലിക് ഡേയുടെ തീം. അടുത്ത ചോദ്യം, ഏത് തരത്തിലുള്ള അണുബാധ മൂലമാണ് മുണ്ടിനീരുണ്ടാകുന്നത്? ഏത് തരത്തിലുള്ള അണുബാധ മൂലമാണ് മുണ്ടിനീരുണ്ടാകുന്നത്? ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. വൈറൽ ഇൻഫെക്ഷൻ. മുണ്ടിനീരിന് കാരണമായ അണുബാധയാണ് വൈറസ്, അല്ലെ? മംസ് വൈറൽ അണുബാധയാണ്. പരോട്ടിഡ് ഗ്ലാൻഡിനെയും ഉമിനീർ ഗ്രന്ഥിയെയും ബാധിക്കുന്നു. ലക്ഷണങ്ങൾ ദീർഘ വേദനാജനകമായ ഉമിനീർ ഗ്രന്ഥികൾ, തൊണ്ടവേദന, പനി, തലവേദന, ക്ഷീണം. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റ് രാജ്യം നൽകിയ അവാർഡ് ഏതാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റ് രാജ്യം നൽകിയ അവാർഡ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ. ദി ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ എന്ന അവാർഡാണ് കുവൈറ്റ് രാജ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതി രാജ്യമായി മാറിയ രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതി രാജ്യമായി മാറിയ രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. ഇന്ത്യ. ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ എക്സ്പോർട്ടേഴ്സ്. 1ാം സ്ഥാനം ചൈനയ്ക്കാണ്, 2ാം സ്ഥാനം വിയറ്റ്നാം, 3ാം സ്ഥാനമാണ് ഇന്ത്യ ഉള്ളത്. 1ാം സ്ഥാനം ചൈന, 2ാം സ്ഥാനം വിയറ്റ്നാം, 3ാം സ്ഥാനം ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യ ആദ്യമായി ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യ ആദ്യമായി ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിച്ചത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. ചെന്നൈ. ഇന്ത്യ ആദ്യമായി ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിച്ചത് ചെന്നൈയിലാണ്. സെറ്റപ്പ് ബൈ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആൻഡ് മദ്രാസ് ഡയബറ്റിസ് റിസർച്ച് ഫൗണ്ടേഷൻ. ഇന്ത്യ ആദ്യമായി ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിച്ചത് ചെന്നൈ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച ശ്രീമതി തുളസി ഗൗഡ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടുത്തിടെ അന്തരിച്ച ശ്രീമതി തുളസി ഗൗഡ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. പരിസ്ഥിതി പ്രവർത്തക. ശ്രീമതി തുളസി ഗൗഡ പരിസ്ഥിതി പ്രവർത്തകയാണ്. തുളസി ഗൗഡ എൻവയോൺമെന്റലിസ്റ്റ് ഫ്രം കർണാടക, നോൺ ആസ് ദ എൻസൈക്ലോപീഡിയ ഓഫ് ദ ഫോറസ്റ്റ്. എൻസൈക്ലോപീഡിയ ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. 2021 പത്മശ്രീ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്തിടെ അന്തരിച്ച ശ്രീമതി തുളസി ഗൗഡ പരിസ്ഥിതി പ്രവർത്തകയാണ്. എൻസൈക്ലോപീഡിയ ഓഫ് ദ ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നു. 2001 പത്മശ്രീ അവാർഡ്. അടുത്ത ചോദ്യം, അടുത്തിടെ ഗ്ലോബൽ സേഫ്റ്റി എക്സലൻസ് അവാർഡ് നേടിയ ക്ഷേത്രം ഏതാണ്? അടുത്തിടെ ഗ്ലോബൽ സേഫ്റ്റി എക്സലൻസ് അവാർഡ് നേടിയ ക്ഷേത്രം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. അയോധ്യ രാമക്ഷേത്രം. അടുത്തിടെ ഗ്ലോബൽ സേഫ്റ്റി എക്സലൻസ് അവാർഡ് നേടിയ ക്ഷേത്രമാണ് അയോധ്യ രാമക്ഷേത്രം. റാം ടെമ്പിൾ പ്രോജക്ട് ഇൻ അയോധ്യ റിസീവ്ഡ് ദ പ്രസ്റ്റീജിയസ് സോർഡ് ഓഫ് ഹോണർ അവാർഡ് ഗിവൺ ബൈ ബ്രിട്ടീഷ് സേഫ്റ്റി കൗൺസിൽ. അടുത്ത ചോദ്യം, ഡിസംബർ 15 അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ച മൗണ്ട് സുമേരു ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഡിസംബർ 15 അഗ്നിപർവ്വത സ്ഫോടനം സംഭവിച്ച മൗണ്ട് സുമേരു ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഇന്തോനേഷ്യ. മൗണ്ട് സുമേരു സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യയിലാണ്. അടുത്ത ചോദ്യം, പൗരാവകാശങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി ഡൊണാൾഡ് ട്രംപ് ആരെയാണ് തിരഞ്ഞെടുത്തത്? പൗരാവകാശങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി ഡൊണാൾഡ് ട്രംപ് ആരെയാണ് തിരഞ്ഞെടുത്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. ഹർമീത് ധില്ലൻ. പൗരാവകാശങ്ങൾക്കായുള്ള അസിസ്റ്റന്റ് അറ്റോർണി ജനറലായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുത്തത് ഇന്ത്യൻ വംശജയായ ഹർമീത് ധില്ലനെയാണ്. ഇത്രയൊക്കെ ചോദ്യങ്ങളാണ് ഇന്ത്യ ഭാഗത്ത് നിന്നും 2024 ഡിസംബർ മാസത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.